ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ തേ നമഃ. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് കർക്കിടകം 4-ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ചൊവ്വാഴ്ചയാണ്. അതോടൊപ്പം തന്നെ പൂരാടവും പൗർണമിയും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന ഒരു ദിവസമാണ്. അതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് പൗർണമിയും ചൊവ്വാഴ്ച ദിവസവും കൂടി ഒന്നിച്ചു വരുന്ന ദിവസം ദേവീ സങ്കല്പത്തിലുള്ള പ്രാധാന്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം വരുന്നു എന്നുള്ളതാണ്. ഇന്നിവിടെ നമ്മൾ രാമായണത്തിൻ്റെ 4-ാം ദിവസമായിരിക്കുന്ന ഇന്നത്തെ പ്രധാനമായിട്ടും പറഞ്ഞു തുടങ്ങുന്ന വിഷയവും ഒരു ദേവീ സങ്കല്പമാണ്. അതായത് എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത, എവിടെയൊക്കെ സ്ത്രീകളെ പൂജിക്കുന്നുവോ ആരാധിക്കുന്നുവോ അവിടെയെല്ലാം ഈശ്വരീയമായ ശക്തിയും ചൈതന്യവും ഒക്കെ വളർന്നു വരുന്നു എന്നുള്ളതാണ്. അത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. ഏറ്റവും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ സ്ത്രീത്വത്തെ ഈ ലോക ജനത ഭാരതീയ സംസ്കാരം ആദരിക്കുന്നത്. അത് പുരാതന കാലം മുതലേ രാമായണ കാലത്ത്, അതായത് പഴയ കാലം മുതൽക്ക് തന്നെ ദേവി എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറയുന്ന സങ്കല്പത്തെ വളരെയധികം പ്രാധാന്യത്തോടു കൂടി ആരാധിച്ചിരുന്നു. അവരെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് ഇന്ന് പറയാൻ പോകുന്ന അഹല്യാമോക്ഷം എന്ന് പറയുന്ന കഥ. ഗൗതമ മഹർഷിയുടെ ഭാര്യയായിരിക്കുന്ന അഹല്യാദേവി വളരെ ഏറ്റവും പാതിവൃത്യത്തിൻ്റെ അത്യുദാഹരണമായി മാറിയ ആ സൗന്ദര്യധാമത്തെ കണ്ട് കാമാസക്തനായി മാറിയ ദേവേന്ദ്രൻ ദേവിയുടെ അടുക്കൽ ചെന്ന് വളരെ മോശമായി പെരുമാറാൻ ചെല്ലുകയും ഇതറിഞ്ഞ ഗൗതമ മഹർഷിയുടെ ശാപമായിട്ടാണ് ദേവി ഇവിടെ ഒരു മോക്ഷത്തിന് വേണ്ടിയിട്ട് വന്നു നിൽക്കുന്നത്. അപ്പം അങ്ങനെ ശ്രീരാമൻ്റെ പാദം കൊണ്ട് അഹല്യാദേവി ഒരു വലിയ കല്ലായി കിടന്നിരുന്ന അഹല്യാദേവിക്ക് ഒരു മോക്ഷം കിട്ടിയ കഥയാണ് അഹല്യാമോക്ഷം എന്ന ഭാഗം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. കഥ വളരെ വിശദമായിട്ടൊന്നും പോകുന്നില്ല എങ്കിൽ കൂടിയും. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കപ്പെടേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്. അതായത് പ്രത്യേകതകളായിട്ടുള്ള ഏറ്റവും വിശേഷമായിട്ടുള്ളൊരു കാര്യം സ്ത്രീ എന്ന് പറയുന്ന സത്യം, സങ്കല്പം, പ്രാധാന്യം. അത് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. വരുന്നൊരു തലമുറയ്ക്ക് പോലും പ്രാധാന്യത്തോടു കൂടി വളരെയധികം ഒരു തലമുറയെ ഏറ്റവും കൂടുതൽ നമുക്ക് ആഗ്രഹിക്കുകയും ആചരിക്കുകയും ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് ബഹുമാനം എന്ന് പറയുന്ന കാര്യങ്ങൾ. അതിവിടെ പറയുന്നതുണ്ട്. അഹല്യാമോക്ഷത്തിലൂടെ ശ്രീരാമചന്ദ്രൻ്റെ പാദസ്പർശം കൊണ്ട് ഒരു ശിലയൊരു സുന്ദരിയായ സ്ത്രീയായി മാറുന്ന ഒരു കഥ. ആ കഥയിലൊരു പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത് സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന സ്ത്രീക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുമൂലം ഉണ്ടാകുന്ന പഴയകാലത്താണെങ്കിലും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അവരെ സംരക്ഷിക്കുന്ന ഒരു സങ്കല്പം ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെയധികം ഏറ്റവും കൂടുതൽ പ്രാധാന്യമാണ്. ആ അഹല്യാമോക്ഷത്തിന് ശേഷം അഹല്യാദേവി ഭഗവാനോട് പറയുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, അങ്ങയെ കാണാൻ കഴിഞ്ഞത് എനിക്ക് എത്ര വലിയ സന്തോഷമായിട്ടാണ് എന്ന് ഞാൻ കരുതുന്നു. ബ്രഹ്മാവും മഹാദേവനും കൂടി ആഗ്രഹിക്കുന്ന ആ പാദപത്മങ്ങളിലേക്കൊന്ന് എൻ്റെ ശിരസിലേക്ക് അങ്ങയുടെ പാദങ്ങളൊന്ന് തൊട്ടപ്പോൾ തന്നെ ഇത്രയും വലിയ ഭാഗ്യവതി മറ്റൊരാളില്ല. അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. അങ്ങയുടെ പ്രവൃത്തികൾക്കെല്ലാം വളരെ വിചിത്രമായിരിക്കുന്നു. അങ്ങ് ഈ പല വിധത്തിലുള്ള പല രൂപത്തിലുള്ള പല രൂപഭാവങ്ങളിൽ നാനാ ലോകങ്ങളിൽ നാനാ യോനികളിൽ അങ്ങയുടെ ചൈതന്യം വളർന്ന് വരുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞാനിതാ വളരെ വലിയ ഗുണകരമായിട്ട് മാറുന്നു. സൃഷ്ടിയും രക്ഷണം സംഹാരം തുടങ്ങിയവയ്ക്കൊക്കെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഓരോരോ പേരുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രധാനമായിട്ട് പോകുമ്പോൾ അങ്ങെന്ന് പറയുന്ന സത്യം എന്ന് പറയുന്നത് ഈ ലോകത്തിനകത്തിൽ ഉള്ളതെന്ന് പറയുന്നത് ഒരു വാക്കുകൾക്ക് ഏറ്റവും കൂടുതൽ അർത്ഥം എങ്ങനെയാണോ അതിൽ നിൽക്കുന്നത്, അതുപോലെയാണ് അങ്ങയുടെ ചൈതന്യവും ഈ ലോകത്തിന് ഗുണകരമായി നിൽക്കുന്നത്. അങ്ങയെ പലപ്പോഴും ഞങ്ങൾക്ക് ഗുണകരമായി തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങയുടെ ആ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് പ്രാധാന്യത്തോടുകൂടി വരുന്നത്. അതുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഹല്യാസ്തുതി വളരെ മംഗളമായിട്ട് ഈ അഹല്യാസ്തുതി പാരായണം നിത്യം നമ്മുടെ വീടുകളിലൊക്കെ പാരായണം ചെയ്യുന്നത് പല വിധത്തിലുള്ള നമുക്കുണ്ടാകുന്ന പല വിധത്തിലുള്ള
തരത്തിലുള്ള അപവാദങ്ങൾ, അപമാനങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറുന്നതിന് അഹല്യാസ്തുതി നമ്മൾ നിത്യം പാരായണം ചെയ്യുന്ന ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ അഹല്യാമോക്ഷത്തിലായിട്ടാണ് രാമായണത്തിലൂടെ നമുക്ക് വാൽമീകി മഹർഷി നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യമുണ്ട്. മഹാഭാവികൾ ആരാണ് എന്ന് പറയുന്നുണ്ട് ഇതിനകത്തിൽ. അതായത് ഗുരുപത്നിയെ പ്രാപിച്ചവൻ, സ്വർണം മോഷ്ടിച്ചവൻ, മദ്യപിക്കുന്നവൻ, ബ്രഹ്മഹത്യാ പാപങ്ങൾ ചെയ്തവൻ, മാതാപിതാക്കളെ വധിച്ചവൻ, വഴിപിടച്ച സുഖഭോഗങ്ങളിൽ മുഴുകിയവൻ തുടങ്ങിയ അവരാരൊക്കെയായിരുന്നാലും ശരി, ഇവരെല്ലാം മഹാഭാവികളാണ്. ഇങ്ങനെയുള്ളവരോടുള്ള അവരോടുള്ള സമീപനം അല്ലെങ്കിൽ കൂട്ടുകെട്ട് പോലും നമുക്ക് ഒരുപാട് നാശങ്ങൾ നമ്മളിൽ ഉണ്ടാക്കും. അത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ആണ് ഈ പല വിധത്തിലുള്ള ഗുരുപത്നിയെ പ്രാപിച്ചിട്ടും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ. അതായത് നമ്മൾ ജീവിതത്തിലെ നമ്മൾ ഇന്ന് ആധുനിക ലോകത്തിൽ കാണുന്ന പല കാര്യങ്ങളിലും തെറ്റുകൾ ഉണ്ട് എന്ന് ആധുനികമായിട്ടുള്ള യുഗത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടത് നമ്മളുടെ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ജീവിതം എന്നത് ധർമ്മത്തിലൂന്നിയിരിക്കണം എന്നുള്ളതാണ്. ധർമാധിഷ്ഠിതമായിരിക്കുന്ന കർമ്മങ്ങളിലൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതം നമ്മൾ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനെപ്പോഴും നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടാണ്. അപ്പം ഈ അഹല്യാമോക്ഷം കഴിഞ്ഞിട്ടാണ് ഏറ്റവും പ്രാധാന്യം, രാമായണത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുവാനായിട്ട് പോകുന്നത്. അതായത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സീതാസ്വയംവരം എന്ന് പറയുന്ന ഭാഗമാണ്. ഭഗവാനും ഭഗവതിയും ചേർന്ന് രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ് എന്ന് പറയുന്ന ഒരു സത്യം. ജനക മഹാരാജാവിൻ്റെ പുത്രിയായിരിക്കുന്ന ജാനകി ദേവി ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനോടൊപ്പം യോജിക്കുന്ന ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന, ഏറ്റവും ആനന്ദകരമായിരിക്കുന്ന ഒരു നല്ല നിമിഷം. രാമായണത്തിലെ സീതാസ്വയംവരം എന്ന് പറയുന്ന ഭാഗം തന്നെ അത്ര വളരെ വിശേഷമാണ്. കാരണം ഭഗവാൻ പരമേശ്വരൻ്റെ ത്രയംബകം എന്ന് പറയുന്ന വില്ല് അതെടുത്ത് കുലയ്ക്കുവാൻ കഴിവുള്ളവന് മാത്രമേ ജാനകി ദേവിയെ കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ സീതാദേവിയെ കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്ന ജനക മഹാരാജാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിളംബരം അറിഞ്ഞ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ അവിടെ കൊണ്ടുപോയിട്ട് ജനക മഹാരാജാവിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണിത്. ദശരഥ പുത്രന്മാരായിട്ടുള്ള രാമലക്ഷ്മണന്മാരാണ്. അവരിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു വലിയ ദൗത്യത്തെ ചെയ്ത് തീർക്കുവാനായിട്ടാണ്. അങ്ങയുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ ഇതാ പോകുന്നു. ജാനകി ദേവി ഇതാ ഒരു സുമംഗലിയായി മാറുകയാണ് ഇവിടെ എന്ന് പറഞ്ഞ് ആ ത്രയംബകം എന്ന് പറയുന്ന വില്ല് എടുത്ത് കുലയ്ക്കുവാനായിട്ട് ശ്രീരാമചന്ദ്രൻ തയ്യാറെടുക്കുന്നു. എത്രയോ ഭടന്മാരാണ് ആ വില്ല് അമ്പ് എടുത്തുകൊണ്ട് വരുന്നത്. അതിവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ അതെടുത്ത് കുലയ്ക്കുവാൻ, ത്രയംബകം എന്ന് പറയുന്ന വില്ലെടുത്ത് കുലയ്ക്കുവാനായിട്ട് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പൊട്ടല് കേട്ടിട്ട് ജാനകി ദേവി പുളകമണിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഒരു മാൻപേടയെ പോലെയായി ജാനകി ദേവി, സീതാദേവി. കാരണം എന്താണ്? തൻ്റെ ഏറ്റവും വലിയൊരു ഒരു സ്ത്രീ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മാറുന്ന അവളുടെ വിവാഹ ജീവിതത്തിലേക്ക് അവൾ കടന്നു പോകുന്ന ആദ്യത്തെ കുറേ സമയങ്ങളിലാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പെണ്ണുകാണൽ ചടങ്ങ്, 2 അതോടെ നിശ്ചയിക്കുന്ന ചടങ്ങ്, 3 കൈ പിടിച്ചു കൊടുക്കുന്ന പാണിഗ്രഹണം എന്ന് പറയുന്ന ചടങ്ങ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. വിവാഹ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിൽ ഒന്നായിട്ടുള്ള പെണ്ണുകാണൽ ചടങ്ങിന് പോലും പഴയ കാലത്ത് ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു. അത് ചെയ്തു വെച്ചിരിക്കുന്നത് പോലും നമ്മൾക്ക് മനസ്സിലാക്കേണ്ട പല തത്വങ്ങളുണ്ട്. ഇന്നത്തെ പോലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് ഇന്നിപ്പോൾ നേരിട്ട് പോലുമല്ല, ഓൺലൈനിൽ കൂടിയാണ് നമ്മളിപ്പോൾ പെണ്ണ് കാണുന്നത് പോലും. അതിൽ നിന്ന് മാറിക്കൊണ്ട് നേരിട്ട് കണ്ടെത്തി പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പരം സംസാരിച്ച് അവരുടെ ആ പ്രാധാന്യത്തെ പരസ്പരം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന തലത്തിലേക്ക് പെണ്ണുകാണൽ ചടങ്ങ് നടന്ന് അതിനുശേഷം മുതിർന്നവർ ഒന്നിച്ചിരുന്ന് ഏറ്റവും ഉത്തമമായിരിക്കുന്ന ദിവസം മുഹൂർത്തത്തെ നിശ്ചയിച്ച് ആ മുഹൂർത്തത്തിൽ തൻ്റെ മകളുടെ കരങ്ങൾ പിടിച്ച് ഒരു പുരുഷന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് മകളോട് പറയുകയാണ്, സഹധർമ്മം ചരത, നീ അവനോടൊപ്പം സഹധർമ്മം, ഒരുപോലെ ധർമ്മത്തെ ചരിക്കണം, നീ അങ്ങനെ അവൻ്റെ ധർമ്മപത്നിയായി മാറണം. അങ്ങനെ സീതാദേവിയുടെ
കരങ്ങൾ പിടിച്ച് ശ്രീരാമചന്ദ്രന്റെ കയ്യിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം അനുഗ്രഹ വർഷങ്ങളായിട്ട് മാറുന്നതിന് ദശരഥ മഹാരാജാവിൻ്റെയും അതോടൊപ്പം തന്നെ ആ രാജ്യത്ത് നിന്നും എല്ലാവരും എത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ജനക മഹാരാജാവ് അതിന് അദ്ദേഹത്തെ കുറി അയച്ചു വിളിച്ചു. അങ്ങനെ കുറിയെ ഒക്കെ അയച്ചിട്ട് അവരെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി വന്ന് സീതാ സ്വയംവരം എന്ന് പറയുന്ന ഭാഗം നമുക്ക് നാളെ ഈ സമയത്ത് നമുക്കിതുപോലെ ചർച്ച ചെയ്യപ്പെടാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് ഈ ഒരു ദിവസം മാറട്ടെ. നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഗുണങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.